ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെയിൽസ് ഓഫ് ഏഞ്ചൽ. അപ്പോൾ ഞാനിന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇരുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയല്ല വേറൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വയനാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 2 ദിവസമായിട്ട് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ന്യൂസ് ചാനൽ തന്നെ ആയിരിക്കും വെക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകിട്ട് വരെ ന്യൂസ് ചാനലാണ് വെക്കുന്നത്. അവിടുത്തെ സംഭവങ്ങൾ അറിയാനായിട്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ, അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ലക്കിയാണ്. ഒരു മഴക്കാലം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ? നമ്മളൊന്നും അറിയുന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരു തുണി ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ നമുക്ക് വേറെ ഇവിടെ ഞങ്ങളുടെ സ്ഥലങ്ങളിലൊന്നും വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല കേട്ടോ. ഇപ്പം എവറി കോയിൻ ഹാസ് ടു സൈഡ്സ് എന്നല്ലേ പറയുന്നത്. എല്ലാ നാണയങ്ങൾക്ക് 2 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഈ മഴക്കാലം വരുമ്പം മലകളും കുന്നുകളും ഒക്കെ ഉള്ള ഏരിയയിൽ താമസിക്കുന്നവർ, പിന്നെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, അവർക്കൊക്കെ ആട്ടോ മഴയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇപ്പോൾ വയനാട്ടിലെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എത്ര പേരല്ല ഒരു രാത്രി കൊണ്ട് ഇല്ലാണ്ടായത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 260 പൊക്കത്ത് മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാത്രി എന്ത് സമാധാനമായിട്ട് ഉറങ്ങാൻ കിടന്ന മനുഷ്യരായിരിക്കുമല്ലോ, രാവിലെ എണീറ്റ് കഴിയുമ്പോൾ മരിച്ചു പോകുന്നവർ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തോരം ആൾക്കാർക്കായിരിക്കുമല്ലേ അവരുടെ കുടുംബക്കാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവർക്ക് എന്ത് സങ്കടമായിരിക്കും അല്ലേ, എന്തവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളവിടെ എത്തിച്ചു കൊടുക്കുക. അതിനായിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കരുത്. അവിടെയുള്ള ആൾക്കാർക്ക്, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമുക്കിപ്പോൾ കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് തന്നെ കളക്ഷൻ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച്, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ എത്തിക്കാനായിട്ട് നോക്കണം. അവർ വയനാട്ടിലോട്ട് എത്തിച്ചോളും. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് കുറേ ഫണ്ട് റൈസിങ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന തുക നമ്മൾ അവർക്ക് കൊടുത്ത് സഹായിക്കണം. പിന്നെ നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോൾ ഈ ഫണ്ട് റൈസിങ് പ്രോഗ്രാംസ് ഒക്കെ ജെനുവിൻ ആണോ നോക്കിയിട്ടേ കൊടുക്കാവുള്ളൂ. കാരണം അർഹതപ്പെട്ടവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്ന പൈസ എത്താണ്ടിരിക്കരുത്, അവർക്ക് ഉപകാരമില്ലാത്ത രീതിയിലാവരുത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും എല്ലാം അന്വേഷിച്ചിട്ട് നമ്മൾ പൈസയൊക്കെ കൊടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ ഒരുപാട് പേരെ ഇനിയും കിട്ടാനുണ്ട്, ഒരുപാട് പേര് മിസ്സിങ് ആയവരുണ്ട്, ഒരുപാട് പേര് ഇനി വേറെ സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ രക്ഷിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ കുറേ ന്യൂസൊക്കെ കണ്ടായിരുന്നു. കുറേ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ഓണേഴ്സ് ചേട്ടന്മാർ അവരുടെ കടകളിലെ ഡ്രസ്സുകളെല്ലാം വയനാട്ടിലോട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നത്. പിന്നെ ചെരുപ്പ് കടയിലെ ആൾക്കാർ ഫുൾ ചെരുപ്പുകളെല്ലാം അവർക്ക് കൊടുക്കുന്നത്. പിന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു വരുന്നവർ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ടുള്ളത് നോക്കാമെന്ന് പറഞ്ഞു വരുന്നവർ, വീടുകൾ പോയവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു വരുന്നവർ, ഇങ്ങനെയൊക്കെ ഞാൻ കുറേ കമൻസ് കണ്ടു. പിന്നെ ഇന്നലെ ഞാൻ ഒരു കമൻറ്റ് കണ്ടതാണ്, മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ആരെങ്കിലും അറിയിച്ചാൽ മതി, എൻ്റെ ഭാര്യ പാല് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കമൻ്റൊക്കെ ആണ്. ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. എന്തോ ഒരു നല്ല മനുഷ്യരല്ലേ നമുക്ക് ചുറ്റിലുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യന്മാർ നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ. എന്താണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ മലയാളികളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നമ്മുടെ ഈ ഒത്തൊരുമയൊക്കെ വേറെ ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതും നമ്മൾ അതിജീവിക്കും അല്ലേ? അതെ, നമ്മൾ മലയാളികൾ ഇതും അതിജീവിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലം കാണാൻ പോവുകയെന്ന് പറഞ്ഞ് ആരും ദയവ് ചെയ്ത് അങ്ങോട്ട് പോകാണ്ടിരിക്കുക. കാരണം അവിടെ ഒത്തിരിയേറെ ആൾക്കാർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളെ ഒക്കെ രക്ഷപ്പെടുത്താനായിട്ട് എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പം ചുരമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ഈ വണ്ടികൾ ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും തടസ്സം ഉണ്ടാക്കാതിരിക്കുക, അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഒരിക്കലും തടസ്സം ഉണ്ടാക്കാതിരിക്കുക. പിന്നെ നല്ല മഴയാണ്, ആരും അനാവശ്യമായിട്ട് പുറത്തിറങ്ങാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ കുട്ടികളാണേലും അവരുടെ അടുത്ത് പറയുക, ഈ നദികളിലും പുഴകളിലും തോടുകളിലൊക്കെ കളിക്കാനും നീന്താനൊക്കെ പോകുന്നവർ ദയവ് ചെയ്തൊന്ന് ഒഴിവാക്കുക. പാരൻസ് ആണെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഒഴുക്ക് കൂടുതലുള്ള ടൈമാണ്, നമുക്ക് എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. സോ എല്ലാവരും വീടുകളിൽ തന്നെ മാക്സിമം ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ സേഫ്.